ഹായ്, വെൽക്കം ഓൾ. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ ഉദ്ദേശിക്കുന്നത് ചാറ്റ് ജി പി ടിയെ കുറിച്ചാണ് പറയുന്നത്. ചാറ്റ് ജി പി ടി എന്ന് പറയുന്ന ടൂള് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം എ ഐ എന്നുള്ളൊരു കൺസെപ്റ്റ് ആളുകൾ അറിഞ്ഞു തുടങ്ങിയത് കൂടുതലും ചാറ്റ് ജി പി ടി എന്ന് പറയുന്ന ഈ ടൂൾ വന്നതോടെയാണ്. അപ്പോൾ ഈ ഒരു ടൂൾ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ അറിയാൻ പറ്റുമെങ്കിലും, കാരണം നമുക്ക് കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചാറ്റ് ജി പി ടി ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇന്ന്. അതായത് നമുക്ക് പ്രോംപ്റ്റുകളായിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അത് പ്രോംപ്റ്റുകളായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് അതിന് വേണ്ട ആൻസേഴ്സ് നമുക്ക് ഈസി ആയിട്ട് തന്നെ ചാറ്റ് ജി പി ടി ടൈപ്പ് ചെയ്ത് തരും. ഇത് ഗൂഗിളും ചാറ്റ് ജി പി ടിയും തമ്മിൽ കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. ഗൂഗിളിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സൈറ്റുകളുടെ ലിങ്ക് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിൽ നിന്ന് നമ്മൾ ഫൈൻഡ് ചെയ്ത് എടുക്കണം നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഏതാണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ചാറ്റ് ജി പി ടി തന്നെ നമുക്ക് വേണ്ടിയിട്ട് വേൾഡ് വൈഡായിട്ട് ഇപ്പോൾ എന്ത് ഡാറ്റകൾ അവൈലബിൾ ആണോ അതെല്ലാം നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണെങ്കിൽ അവിടെ നിന്നും കറക്റ്റായിട്ട് ഫൈൻഡ് ചെയ്ത് നമുക്ക് വേണ്ട ആൻസർ, ബെസ്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇൻ കേസ് നമുക്ക് ആ ആൻസർ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ റീറൈറ്റ് എന്ന് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചാറ്റ് ജി പി ടി തന്നെ വേറൊരു കണ്ടന്റ് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ചാറ്റ് ജി പി ടിയുടെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. മാത്രമല്ല നമുക്ക് എത്ര കണ്ടന്റ്സ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം, എത്ര ടോപ്പിക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, എത്ര ടൈപ്പ് ഓഫ് കാറ്റഗറി അല്ലെങ്കിൽ ക്വയറീസ് ഒക്കെ നമുക്ക് ചോദിക്കാം. ഇത് ഓപ്പൺ എ ഐ എന്ന് പറയുന്ന കമ്പനിയുടെ അണ്ടറിലാണ് ചാറ്റ് ജി പി ടി വരുന്നത്. ഓപ്പൺ എ ഐ എന്ന് പറഞ്ഞാൽ ഫുള്ളി ഒരു എ ഐ ടൂൾസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ചാറ്റ് ജി പി ടി പോലെ തന്നെ വേറെ ഒരുപാട് ടൂൾസ് അല്ലെങ്കിൽ എ ഐ ടൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓപ്പൺ എ ഐ. അപ്പോൾ ഇത് വളരെ നമുക്ക് പറയുകയാണെങ്കിൽ അമേസിംഗ് ആയിട്ടുള്ളൊരു എ ഐ ടൂളാണ് ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഗൂഗിളിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ചാറ്റ് ജി പി ടിന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവർക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അത് മെയിൽ ഐ ഡി, മൊബൈൽ നമ്പറൊക്കെ യൂസ് ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ദെൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൽ ലോഗിൻ ചെയ്യാം, സൈനപ്പ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ ലോഗിൻ ചെയ്യുക, അക്കൗണ്ട് ഇല്ല എങ്കിൽ സൈനപ്പ് ചെയ്യുക. മാത്രമല്ല നിങ്ങൾക്ക് ഓപ്പൺ എ ഐ എന്നുള്ള ആ ഒരു കൺസെപ്റ്റും കൂടെ ഞാനൊന്ന് കാണിക്കാം, കാരണം ഇത് മദർ കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ ഓപ്പൺ എ ഐ എന്ന് പറയുന്നത് ചാറ്റ് ജി പി ടി കൊണ്ടുവന്ന കമ്പനിയാണ് ഓപ്പൺ ഐ. ഓക്കെ, അപ്പോൾ ഇതിലും കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഇവിടെ വന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ചാറ്റ് ജി പി ടിയിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുക, ഇല്ലെങ്കിൽ സൈനപ്പ് ചെയ്ത് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈസി ആയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇനി ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്ന എൻ്റെ അക്കൗണ്ട് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഇതാണ് ചാറ്റ് ജി പിൻ്റെ ഇൻസൈഡ് എന്ന് പറയുന്നത്. ഈ ഒരു ചാറ്റ് ജി പി ടി ഞാൻ മുന്നേ യൂസ് ചെയ്തായതുകൊണ്ട് കുറേ പ്രോംപ്റ്റുകൾ എൻ്റർ ചെയ്തും ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ പറയുന്നത്, നമുക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമുക്ക് വിൻഡോ വരുന്നത്. കണ്ടില്ലേ, മെസ്സേജ് ചാറ്റ് ജി പി ടി. ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇങ്ങനെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചാറ്റ് ജി പി ടി അതിനുള്ള ആൻസർ തരും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ, ഇപ്പോൾ ഫസ്റ്റ് ഒരു ടോപ്പിക്ക് വേണ്ടി എടുക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചാണല്ലേ. ബാക്കിയുള്ളതിലേക്ക് ഞാൻ പിന്നീട് വരാം. അപ്പോൾ ഞാനിവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഒരു പ്രോംപ്റ്റ് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ചാറ്റ് ജി പി ടി എന്ത് ചെയ്യുന്നു, നമുക്ക് അതിന് വേണ്ട പ്രോപ്പർ ആൻസർ ഓട്ടോമാറ്റിക്കായിട്ട് വളരെ ക്വിക്കായിട്ട് തന്നെ നമുക്ക് ടൈപ്പ് ചെയ്ത് ഇതുപോലെ തരും. ഇതിലൊക്കെ പറയുന്നുണ്ട് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, കണ്ടന്റ് മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇങ്ങനെ എന്തൊക്കെയാണോ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റീജനറേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യാം. കോപ്പി ചെയ്ത് നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ലൈക്ക് ബാഡ് റെസ്പോണ്ട് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ദെൻ നമുക്കിത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐക്കൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഇതിൽ ആദ്യത്തെ ഒരു ബേസ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഈ സെയിം ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇനി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം. ക്യാൻ യു ഗീവ് അല്ലെങ്കിൽ ക്യാൻ യു ഗിവ് 1000 വേർഡ്സ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷ എല്ലാവരും വലിയ ഇംഗ്ലീഷ് അറിയുന്നവരൊന്നും ആയിരിക്കില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഞാൻ വളരെ സിമ്പിളായിട്ട് ചാറ്റ് ജി പി ടിയോട് ചോദിച്ചിട്ടുള്ളൂ, ക്യാൻ യു ഗിവ് 1000 വേർഡ്സ് എന്ന് പറയുന്നത്.
ഇപ്പം നിങ്ങളിത് മനസ്സിലാക്കണം ഞാൻ എന്തിനാണ് ടൈപ്പ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ ചാറ്റ് ജി പി ടിക്ക് മനസ്സിലാവും നിങ്ങൾ എന്താണ് കൊടുക്കുന്നത്, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ ഓപ്പൺ ടോപ്പിക് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ആ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് 1000 വേർഡ്സ് ആണ് ചോദിച്ചത്, ചാറ്റ് ജി പി ടിക്ക് അറിയാൻ പറ്റും. സോ അതിനനുസരിച്ചിട്ട് ചാറ്റ് ജി പി ടി എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ഇവിടെ കണ്ടന്റ് കറക്റ്റായിട്ട് ഇതുപോലെ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ടാർഗറ്റ് റീച്ച്, ഒരു ചാറ്റ് ജി പി ടിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത്. വളരെ അമേസിങ് ആണെന്ന് പറയുന്നത്, നമുക്ക് ഈസി ടു ഹാൻഡിൽ, അല്ലെങ്കിൽ സിമ്പിളാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾക്ക് അത് യൂസ് ചെയ്യാം, പഠിച്ചെടുക്കാം എന്നുള്ളതൊക്കെ പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇനി ഞാൻ രണ്ടാമത്തെ ഒരു പോർഷനിലേക്ക് വരുന്നത്, നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി നിങ്ങൾ ചാറ്റ് ചെയ്തു അല്ലേ, ഇതൊരു ടാസ്ക്കാണ്. നെക്സ്റ്റ് ടാസ്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ന്യൂ ചാറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇതിന് മുന്നേ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടോപ്പിക് ഇറേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ചാറ്റ് ജി പി ടി പുതിയൊരു വിൻഡോ ഓപ്പൺ ആക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യാം, പുതിയൊരു ചാറ്റ് ജി പി ടിയുമായിട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ചാറ്റ് ജി പി ടിയിൽ കൊണ്ടുവരാം. മാത്രമല്ല ഇനി പ്രീവിയസ് ആയിട്ടുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് വീണ്ടും സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓവർവ്യൂ ഒന്നും കൂടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വീണ്ടും റീഓപ്പൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ മുന്നേ എന്തൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഇവിടെ പ്രീവിയസ് ഹിസ്റ്ററീസ് ആയിട്ട് ഇവിടെ കാണിക്കും. ദെൻ ഇത് നിങ്ങളുടെ അക്കൗണ്ടാണ്, അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നോർമൽ വേർഷനായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഹ്യൂമൻ SEO ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പ്രോംപ്റ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ എൻ്റർ കീവേഡ് ആൻഡ് ടൈറ്റിൽ, ഇവിടെ നിങ്ങളുടെ കീവേഡ് എന്താണ് അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. AI ഫോർ വെൽനസ് കോച്ച് ബിസിനസ് ഇങ്ങനെ ഞാൻ കൊടുത്തു. ഇതാണ് നമ്മുടെ ടോപ്പിക്. ദെൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാറ്റ് ജി പി ടി തന്നെ കറക്റ്റായിട്ട് അതിൻ്റെ ആൻസറൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ദ ഔട്ട്ലൈൻ ഓഫ് ദി ആർട്ടിക്കിൾ, ഇൻട്രൊഡക്ഷൻ ടു AI ഫോർ എ വെൽനസ് കോച്ച് ആൻഡ് ബിസിനസ്, അണ്ടർസ്റ്റാൻഡിങ് ദ റോൾ ഓഫ് AI ഇൻ എ വെൽനസ് കോച്ചിങ്. ഇങ്ങനെ കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് ഇത് നമുക്ക് എന്ത് ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് ഈ റീയൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ചാറ്റ് ജി പി ടി, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് എന്താവശ്യത്തിനും ചാറ്റ് ജി പി ടി വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമുക്ക് പവർ ഓഫ് AI എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഒരു നിമിഷ നേരം കൊണ്ട് നമുക്ക് ഒരുപാട് കണ്ടന്റ് ഇതുപോലെ നമുക്ക് ടൈപ്പ് ചെയ്ത് കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ കണ്ടന്റ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എത്ര ദിവസം എടുക്കും, എത്ര ടൈം എടുക്കും എന്നുള്ളത്. ചാറ്റ് ജി പി ടി ഇത്രയും ഈസി ആയിട്ടാണ് നമുക്ക് ഒരു ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾക്കും ആർക്ക് വേണമെങ്കിലും ഇനി നല്ല രീതിയിൽ തന്നെ കണ്ടന്റ് റൈറ്റ് ചെയ്യാനും, ഒരു ഫ്രീലാൻസ് കണ്ടന്റ് റൈറ്റർ ആവാനും, അതുപോലെ തന്നെ സ്വന്തം വെബ്സൈറ്റിലേക്ക് വേണ്ട കണ്ടന്റ്, എന്താവശ്യത്തിന് വേണ്ട കണ്ടന്റ് നമുക്ക് ചാറ്റ് ജി പി ടി ചോദിക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് എൻ്റർ ചെയ്തിരുന്നു, അതിനുള്ള കറക്റ്റ് ആൻസർ പ്രോംപ്റ്റ് എഴുതിയതിൻ്റെ ഭാഗമായിട്ട് ചാറ്റ് ജി പി ടി തന്നിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് അമേസിങ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചോദിക്കാവുന്നതാണ്. റീറൈറ്റ് ചെയ്യണമെങ്കിൽ റീറൈറ്റ് ചെയ്യിപ്പിക്കാം. ഇത് നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് വേണമെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നേരെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഓപ്പൺ ആക്കുക. ഒരു ഓപ്ഷനാണ് എല്ലാവർക്കും. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ യൂസ് ചെയ്യാം. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുക്കുക, ഓപ്പൺ ചെയ്തിട്ട് ഇംഗ്ലീഷ്, ദെൻ ഇതിവിടെ മലയാളത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആവും. അപ്പോൾ ഇത് ചെറിയ മലയാളം ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, അതിനനുസരിച്ച് റീറൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് മലയാളം കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് ഒരു ഓപ്ഷനാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലേക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ട ഡിസ്ക്രിപ്ഷൻ അല്ലേ, അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്താണ് ഇവിടെ നമുക്കുള്ളത്, ആ ടോപ്പിക് ഒന്ന് കോപ്പി ചെയ്യാം. ഈ ടോപ്പിക്ക് ജസ്റ്റ് കോപ്പി ചെയ്യുക. ആൻഡ് AI ഫോർ എ വെൽനസ് കോച്ച് എന്ന് പറയുന്ന ഈ ടോപ്പിക്കിനെ ഡബിൾ ഇൻവെർട്ടഡ് കോമയിലേക്ക് മാറ്റുക. എന്നിട്ട് ഫേസ്ബുക്ക് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് നോക്കാം അല്ലേ. ഓക്കെ, യെസ്,
അപ്പോൾ ഈ ഒരു കണ്ടന്റ് നമുക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് കണ്ടന്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റിന് വേണ്ട ഡിസ്ക്രിപ്ഷനും ആയിട്ടും നമുക്ക് എടുക്കാൻ പറ്റും. ഇങ്ങനെ പല പല ആവശ്യങ്ങൾക്ക് നമുക്ക് ChatGPT യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫേസ്ബുക്കിന് വേണ്ടിയിട്ട്, SEOക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ബ്ലോഗ് എഴുതുന്നതിന് വേണ്ടിയിട്ട്, PDF നോട്ട്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് ആവശ്യങ്ങൾക്ക് നമുക്ക് ChatGPT യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ChatGPT എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് നോക്കുക. മാത്രമല്ല നമുക്ക് ഈ ഒരു നിങ്ങളുടെ എന്ത് ബിസിനസ്സാണ്, ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളുടെ വെൽനെസ് ആണ് നിങ്ങളുടെ ബിസിനസ് എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഡബിൾ ഇൻവേർട്ടർ കോമൻ്റ് ഇടുക. എന്നിട്ട് ചോദിക്കാം, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയ്ക്ക് ഒരു 30 ഡേയ്സിന് ഒരു കണ്ടന്റ് പ്ലാൻ വേണം. അപ്പോൾ ChatGPTയോട് ചോദിക്കും, കണ്ടന്റ് പ്ലാൻ ഫോർ മൈ വെൽനസ് എന്താണ്, വെൽനസ് ബിസിനസ് അല്ലേ? നോക്കാം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. യെസ്, അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു വെൽനെസ്. അപ്പോൾ നമുക്കൊരു 30 ഡേ പ്ലാൻ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ടൈപ്പ് ചെയ്യുക. കണ്ടന്റ് പ്ലാനിന് പറഞ്ഞ് 30 ഡേ പ്ലാൻ കൊടുക്കണേ കൊടുക്കട്ടെ. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണേ അതും കൊടുക്കുക. ഇതിപ്പോൾ ഓൾറെഡി നമുക്ക് നല്ല വൃത്തിയിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? കണ്ടന്റ് കലണ്ടർ, കണ്ടന്റ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി, അങ്ങനെ കുറേ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. ഇനി 30 ഡേ കണ്ടന്റ് പ്ലാൻ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. 30 ഡേയ്സ് കണ്ടന്റ് പ്ലാൻ. അപ്പോൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കിട്ടും എന്നുള്ളത് നോക്കാം. അപ്പോൾ Day 1, Day 2, 3 കറക്റ്റായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലേ? Day 1 introduction to your wellness business and share your mission and values and introduce your team and members and wellness tips and tricks and share quick tips for your maintaining healthy lifestyle. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒന്നും കൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കോപ്പി ചെയ്തിട്ട് ഒന്നും കൂടെ അവിടെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്താണ് ChatGPT നൽകുന്നത് നോക്കാം അല്ലേ? യെസ്, നമുക്ക് ഒരുപാട് ട്രിക്സും ടിപ്സും ഇതാ ChatGPT ടൈപ്പ് ചെയ്ത് തരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് ഇവിടെ ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നെക്സ്റ്റ് ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ഹൈഡ്രേഷൻ, ഡ്രിങ്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് ഓഫ് ആൻഡ് കിക്ക് സ്റ്റാർട്ട് യുവർ മെറ്റബോളിസം ആൻഡ് ഹൈഡ്രേറ്റ് യുവർ ബോഡി ആഫ്റ്റർ എ നൈറ്റ് സ്ലീപ്പ്. ഓക്കെ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ട്രിപ്പുകളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ChatGPTന്ന് ഇതുപോലെ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഇതാണ് ChatGPT എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ChatGPT നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, ചോദിക്കുക. ഓക്കെ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഓൾ.